রঙিন রঙিন এই জীবন, মধু মধু প্রতিটি ক্ষণ, রঙিন রঙিন এই জীবন, মধু মধু প্রতিটি ক্ষণ। അറിയില്ല, അവളെ ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിട്ടൊന്നും ഇതിനെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അവൾ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക എങ്ങനെയാ ഡ്രസ്സിങ്ങിൻ്റെ ഇതും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അവിടെ പോയിട്ട് എങ്ങനെ കാണുമ്പോൾ. ആക്ച്വലി ഇന്ന് എൻ്റെ പപ്പേൻ്റെ അമ്മേൻ്റെയും ആനിവേഴ്സറിയാണ്. അപ്പോൾ അന്ന് തന്നെ എൻ്റെ കല്യാണം, അത് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു മൂമെൻ്റ് ആണല്ലോ ഇന്ന്. അച്ഛൻ്റെ അമ്മേന് ഞാൻ അമ്മയായിട്ടല്ല ഷെയർ ചെയ്യാറ്, അച്ഛനായിട്ട് അങ്ങനെ വിളിച്ച് സംസാരിക്കും, അങ്ങനെ അധികം ഷെയർ ചെയ്യാറില്ല. പക്ഷെ എന്തോ ഭയങ്കര ഒരു കണക്ഷൻ ഞാനും പപ്പയുമായിട്ടാണ്. ഈ ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കണ്ടത് മുതലേ ഞങ്ങൾ എപ്പോഴും വഴക്കാണ്. ഇപ്പോ ആയാൽ പോലും വഴക്കാണ്. ഇനി ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്തായാലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും അവർക്ക് നല്ലൊരു മാരീഡ് ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. വളരെ പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ നിന്ന് എത്ര പെട്ടെന്നാണ് കല്യാണപ്രായമായെന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഇപ്പോഴും നമുക്ക് ചെറിയ കുട്ടിയായിട്ട് തോന്നുന്നില്ല, കല്യാണപ്രായമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടതാണ്. എൻ്റെ കയ്യിലിരുന്ന് മടിയിലിരുന്ന് വളർന്ന് ഇപ്പോഴും എൻ്റെ എന്താ പറയേണ്ടത്, ആ ഓമനക്കുട്ടൻ പെട്ടെന്ന് കല്യാണപ്രായമായി കല്യാണം കഴിഞ്ഞ് പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമുണ്ട്. മാനസികമായിട്ട് ചില പ്രയാസങ്ങളുണ്ട്. എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് എന്നെ തലോടിക്കൊണ്ടിരുന്ന മോനിപ്പോൾ പെട്ടെന്ന് എന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് മാറുന്നതെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്ക് എന്നെ വിട്ടുപോകുന്നൊരു വിഷമം നല്ലോണം ഉണ്ട്. എന്നാൽ പോലും അവനൊരു നല്ലൊരു ജീവിതം കിട്ടുന്നുള്ളൊരു സന്തോഷം. ഞാൻ എല്ലാം ആദ്യം ഫസ്റ്റ് പറഞ്ഞ ഏട്ടനെടുത്താ. അപ്പൊ ഏട്ടൻ പിന്നെ ഓക്കെ ആണ്, പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ചേച്ചി എന്ന് പറഞ്ഞൊരു ഒരാൾ കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ നല്ല രസം. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല ആദ്യം. ഓ, ശ്രുതി ചേച്ചി വന്നപ്പോ നല്ല രസമായിരുന്നു. അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര ഉള്ളിൽ ഭയങ്കര സ്നേഹവും ഇതൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അത് തുറന്ന് കാണിക്കാറേ ഇല്ല. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ സ്നേഹത്തോടൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ കണ്ണിൽ നോക്കി അറിയാം കുറച്ചിങ്ങനെ ആ ഒരു സ്നേഹമുണ്ട്. പക്ഷെ അതിങ്ങനെ അച്ഛനെ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ആള് ഇതാണ്. പക്ഷെ നല്ല അടിപൊളിയാണ്, അച്ഛൻ നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും അമ്മ ഫുള്ള് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ച് ടെൻഷനുള്ള ആളാണ് അമ്മ. രണ്ടുപേരും കൂടി ഒരു ഇതാണ്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സത്യം പറഞ്ഞ. ഉള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ അമ്മു, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട്, നമ്മുടെ ഒരു സ്പെഷ്യൽ മൊമെന്റിൽ നമ്മൾ കണ്ടുമുട്ടിയ ടൈമിലെ പാട്ട്. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം
നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, മലവഴിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം.